200 പവനും വീടും സ്ഥലവുമടക്കം സ്ത്രീധനം നൽകിയ ഒരു അത്യാഡംബരപൂർണമായ വിവാഹം. പക്ഷേ തിരുവനന്തപുരം കമലേശ്വരം ആര്യൻകുഴിക്ക് സമീപം ശാന്തി ഗാർഡനിൽ ഗ്രീമ എന്ന പെൺകുട്ടിക്ക് ഭർത്താവിനൊപ്പം ജീവിക്കാൻ കഴിഞ്ഞത് വെറും 25 ദിവസം മാത്രമാണ്. അയർലൻഡിൽ അധ്യാപകനായി ജോലി ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ വെറും ഒരു വസ്ത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന പോലെ ഗ്രീമയെ ഉപേക്ഷിച്ചു കളഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി കുടുംബ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒരു കുറിപ്പെത്തിയതോടെയാണ് ബന്ധുക്കൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നത്. തുടർന്ന് ബന്ധുക്കൾ ഉടൻ തന്നെ ഇവരുടെ അയൽവാസിയെ വിവരമറിയിക്കുകയായിരുന്നു. അയൽവാസികൾ ഇവിടേക്ക് വന്നു നോക്കിയെങ്കിലും വാതിൽ തുറക്കാൻ സാധിച്ചില്ല. പിന്നീട് ഇവർ അറിയിച്ചത് പ്രകാരം പോലീസ് എത്തി വാതിൽ തകർത്ത് അകത്തു കയറിയപ്പോഴാണ് ഗ്രീമയെയും അമ്മ സജിതയെയും മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഗ്രീമയുടെ മൃതദേഹത്തിന് മുകളിൽ കോർത്തുപിടിച്ച നിലയിലായിരുന്നു സജിതയുടെ മൃതദേഹം. സയനൈഡ് കഴിച്ച് ഞങ്ങൾ ജീവനെടുക്കുന്നു എന്നതായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇവർ അയച്ച സന്ദേശം. 6 വർഷങ്ങൾക്ക് മുൻപ് 200 പവനും വീടും മറ്റ് സ്വത്തുക്കളുമൊക്കെ നൽകിയാണ് വിവാഹം കഴിച്ചതെങ്കിലും 1 മാസം പോലും ഇവർ ഒന്നിച്ചു കഴിഞ്ഞിട്ടില്ല. താനും മകളും ആത്മഹത്യ ചെയ്യാൻ കാരണം എന്റെ മകളുടെ ഭർത്താവായ BM ഉണ്ണികൃഷ്ണനാണ് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. കേവലം 25 ദിവസം മാത്രമാണ് മകളും മരുമകൻ ഉണ്ണികൃഷ്ണനും ഒന്നിച്ചു താമസിച്ചത്. ഒരു ഉടുപ്പ് മാറുന്ന പോലെ മകളെ ഉപേക്ഷിച്ചു. മകൾ കെഞ്ചിക്കരഞ്ഞിട്ടും അവനു വേണ്ട. പിരിയാൻ കാരണങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ നിസാരമായ കാരണങ്ങൾ. അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ. മടുത്തു, മതിയായി. ആ സ്വത്തുക്കളെല്ലാം ഒരു പെണ്ണിന്റെ ശാപം വീണ സ്വത്തുക്കളാണ്. ഉണ്ണിയും ഉണ്ണിയുടെ സഹോദരന്മാരും ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ ഇടവരരുതെന്നും ആത്മഹത്യാക്കുറിപ്പിൽ വിശദമാക്കുന്നു. അടുത്തിടെ ഒരു ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിലേക്കെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ കണ്ടിരുന്നു. എന്നാൽ അവിടെ വെച്ചും ഉണ്ണികൃഷ്ണൻ ഗ്രീമയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നാണ് അടുത്ത ബന്ധുക്കൾ പറയുന്നത്. കൂടാതെ വിവാഹബന്ധം തുടർന്നു പോകാൻ താല്പര്യമില്ല എന്ന സൂചനയും ഉണ്ണികൃഷ്ണൻ അവിടെ വെച്ച് നൽകിയെന്നും ബന്ധുക്കൾ പറയുന്നു. ഇതിന് പിന്നാലെയാണ് ഇവർ ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് സൂചന. സ്വർണവും പണവും നൽകി മക്കളെ വിവാഹം കഴിപ്പിച്ച് അയക്കുമ്പോൾ അത് അവരുടെ സുരക്ഷിതത്വത്തിനാണെന്ന് കരുതുന്ന മാതാപിതാക്കൾ ഒടുവിൽ ചെന്നെത്തുന്നത് ഇത്തരം വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും. തങ്ങളുടെ മരണത്തിന് ഉത്തരവാദി ഭർത്താവായ ഉണ്ണികൃഷ്ണനാണെന്ന് മരിക്കുന്നതിന് മുൻപ് ഇരുവരും കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ പറയുന്നത്. കൂടാതെ കോടികളുടെ സ്വത്തുവകകൾ കൈക്കലാക്കിയാണ് ഗ്രീമയെ ഇയാൾ ഉപേക്ഷിച്ചത് എന്നതും ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ വരുന്നു. പൂന്തുറ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇരുവരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയുമാണ് പോലീസ് ഇപ്പോൾ.